വയനാട്ടിലെ ദുരന്ത മേഖലയിലെ തെരച്ചിൽ 9ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് കേരള പോലീസിലെ കാനൈൻ സ്ക്വാഡിലെ മായ മെർഫി 2 നായകളും ഒപ്പമുണ്ടായിരുന്നു. ഈ പകൽ മുഴുവൻ ചെളിപൂണ്ട ഇടങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തി അവിടെ നിന്നും മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നതായിരുന്നു ഇവരുടെ ദൗത്യം. ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ദൗത്യം, സാഹസികമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഹെലികോപ്റ്ററിൽ സൂചിപ്പാറയ്ക്ക് താഴെ സൺറൈസ് വാലിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മായ മെർഫിയും. ഈ ഒരു ടെറൈൻ, പ്രത്യേക ഒരു സാഹചര്യം, ഒരുപക്ഷെ ദുരന്ത മേഖലയിൽ ഇത്രയും ദിവസങ്ങൾ തുടർച്ചയായി തെരച്ചിൽ നടത്തുന്നത് ആദ്യമായിട്ടാകും. അതെ, കാരണം നമ്മൾ പെട്ടിമുടിയിലും കൊക്കയാറിലൊക്കെ നമ്മൾ 1-2 ദിവസം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഏരിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടിമുടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു എത്രയോ മടങ്ങാണ് ഇപ്പം മുണ്ടക്കയും ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലം. ആദ്യമായിട്ടാണ് നമ്മളൊരു 8-9 ദിവസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ സൂചിപ്പാറയ്ക്ക് താഴേക്ക് പോവുകയാണ് ഹെലികോപ്റ്ററിൽ. ആദ്യമായിട്ടാണോ ഈ 2 പേര് ഹെലികോപ്റ്ററിൽ ഇത്തരമൊരു സെർച്ചിങ്ങിന് പോകുന്നത്? അതെ, ആദ്യമായിട്ടാണ്. ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഇല്ല നമുക്ക്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളും ഇച്ചിരി ഇതായിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കോൺഫിഡൻ്റ് ആണ്. കാരണം ഒരു ചെറിയൊരു പാനിക്കായാലും ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റിലാക്സ് ആക്കി കഴിഞ്ഞാൽ അവർ നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ വരും. വിഷയമില്ല. ഒന്ന് പ്ലേ മോഡിലേക്ക് ആക്കി എടുത്താൽ മതി നമുക്ക്. അതാണ് ആദ്യമായിട്ടാണ് മായും മെർഫിയും ഹെലികോപ്റ്ററിൽ പറക്കാൻ തയ്യാറെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒന്ന്, അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന സൂചന കഴിഞ്ഞ 2 ദിവസങ്ങൾ നടത്തിയ തെരച്ചിലുണ്ടായിരുന്നു. വലിയ ദുർഗന്ധവുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു തെരച്ചിലിന് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിന് എത്രത്തോളം അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്? അതായത് ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ സെർച്ച് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവിടെ നേരത്തെ റിക്കവർ ചെയ്താണ്. അപ്പോൾ റിക്കവറിയുടെ സ്മെല്ല് അവിടെ ഓൾറെഡി ഉണ്ട് ഡെഡ് ബോഡിയുടെ. അതുകൂടാതെ ഇനി വേറെ എന്തെങ്കിലും ഡെഡ് ബോഡി കൂടി ഉണ്ടോ, അത് കാരണം ഉറ്റവരുടെ ഉടയവരുടെയൊക്കെ ഒരു മരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ മരിച്ചിട്ടുണ്ടോ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ബോഡിയെങ്കിലും കിട്ടുക, അതിനു വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വെല്ലുവിളി എന്തായിരുന്നു ഈ തെരച്ചിലിന്? അല്ല, ഇപ്പോൾ പലതും പല ടെറൈനാണ്. അതായത് ഇപ്പം നമ്മൾ മുണ്ടക്കയത്ത് സാറുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കല്ലുകളായിരുന്നു. കല്ലുകളും പിന്നെ അതേപോലെ തന്നെ തടി കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നലെ നമ്മൾ ഓൾഡ് വില്ലേജ് ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു 2 ഏക്കർ സ്ഥലത്ത് നിറയെ മരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡോഗിനെ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ സ്മെല്ലിങ് ഓരോരോ ഏരിയയിലേക്ക് വിടാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ നമ്മളെപ്പോലുള്ള ക്യാപ്പബിലിറ്റി അവർക്കില്ല. എത്ര പ്രായമായി 2 പേർ? 2 പേർക്കും 5 വയസ്സ്. അതായത് ഒരു മാസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. 2 മായ 1 മാസം മൂത്തതാണ്, മർഫി ഇളയതുമാണ്. ഏതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ ഇടങ്ങളിലാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ട്? ഇപ്പോൾ പെട്ടിമുടിയിൽ ഫസ്റ്റ് ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് അപ്പോൾ ഞാനും മായയുടെ ഹാൻഡറായ പ്രഭാതം കൂടിയാണ് പോയത്. അപ്പോൾ അവിടുത്തെ ടെറൈൻ വേറൊരു രീതിയായിരുന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയിട്ടുള്ളത് കൊക്കയാറാണ്. കൊക്കയാറും അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ ഡ്യൂട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉരുളുപൊട്ടിൻ്റെ ഭയാനകത എന്താണെന്ന്. ഈ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ എല്ലാം തിരിച്ചറിയുന്ന ആളുകളാണ്. ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിൻ്റെ എത്രയോ നേരത്തെ അവർക്ക് സൂചന ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവരിവിടെ എത്തിയപ്പോൾ തുടർച്ചയായ ദിവസങ്ങൾ ഇവിടെ തെരച്ചിലിൻ്റെ ഭാഗമാകുമ്പോൾ ഇവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അതായത് നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക്, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഇപ്പോൾ ഡോഗിന് ഒരു ഹാർനസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഹാർനസ് എടുക്കുമ്പോൾ തന്നെ ഡോഗിനറിയാം നമ്മൾ ഇനി സെർച്ചിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തന്നെ അത് അവർ ബാർക്ക് ചെയ്യാൻ തുടങ്ങും. അവരുടെ പല മൂവ്മെൻറ്റുകൾ പലതും മാറി മാറി വന്നു തുടങ്ങും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം, അവർക്ക് വേറെ എന്തുണ്ടെങ്കിലും അവരുടെ ഇതാണ് വർക്ക്, ബോഡി കണ്ടെത്തുക. അതാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. വലിയ ദൗത്യമാണ്. കാരണം ഈ സൺറൈസ് വാലിയിൽ കടുത്ത ദുർഗന്ധമുണ്ട്. അവിടെ ഇന്നലെയും മൃതദേഹ അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ കെഡാവർ ഡോഗ്, ഇത് കേരള പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരിശീലനം ലഭിച്ച 2 പേർ മായയും മെർഫിയും അല്പസമയത്തിനകം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ ഈ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള വനാന്തരങ്ങളിലേക്ക് പോകും. അവിടെ തെരച്ചിലിൻ്റെ ഭാഗമാകും. ഒപ്പം 12 കമാൻഡോ സംഘവും ഉണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ ഷിപ്പാൽ. ഇൻ റിപ്പോർട്ടർ, വയനാട്.